കീർത്തി സുരേഷ് നായികയാവുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ്. തമിഴ് തെലുങ്ക് ബൈലിംഗലാണോ എന്ന് എനിക്കറിയത്തില്ല. തമിഴ് സിനിമയാണെന്നാണ് എൻ്റെ റീത്ത അല്ലേ, റിവോൾവർ റീത്ത. അപ്പോൾ അതിൻ്റെ ഒരു ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ടീസർ വന്നിട്ടുണ്ട്. അത് കുറച്ചധികം നാളായി. മറ്റേ റീമേക്ക് ഒന്നും അല്ലോ, ഏതിൻ്റെ ഹിന്ദി പടമല്ലേ റിവോൾവർ റാണി. റിവോൾവർ ആണ്. ഇനിയിപ്പോൾ അറിയത്തില്ല. സോ അതിൻ്റെ ഒരു പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. ഈ വീഡിയോ എന്ന് പറയുന്നത് ഡേറ്റ് അനൗൺസ്മെൻ്റ് ആണ്. നമുക്ക് അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അതെ, അത് സുനിലല്ലേ? മയിൽവാഹനമൊക്കെ ഉണ്ടല്ലോ. അൽഫോൺസ് പുത്രനാണോ എഡിറ്റ് ചെയ്തത്? ഓ ഇവനിപ്പം JK ചന്ദ്രൻ. ഓ ഗ്യാങ്സ്റ്ററായിട്ടാണോ അത്? മറ്റേ ഗായത്രി ഷൻ. ഇഷ്ടപ്പെട്ടു. ഫാൻസിനൊക്കെയാണ് അല്ലേ? ഫാൻസിനൊക്കെയാണോ? കീർത്തി സുരേഷ് ഫാൻസിനൊക്കെയാണ്. ഇവിടുത്തെ ഫാൻസ് ഘടകത്തിലെ ആൾക്കാർക്ക് ഓക്കെയാണ് കേട്ടോ. ബാക്കിലൊരു കൂട്ടമുണ്ട്. അവരോട് ഇത് കണ്ടോണ്ട് ഞങ്ങളിത് കാണുമ്പോൾ അവർക്ക് ക്യാമറ മുമ്പിലുള്ള നാണോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഓക്കെയാണ്. നമ്മവിടെ പെരിയ ഇൻട്രോവേർട്ട് അത് തന്നെ കണ്ടോ. ടൈറ്റിൽ ടീസർ 2.5 മിനിറ്റ് ഉണ്ടായിരുന്നു. അതാ നമ്മൾ കണ്ടത്. അത് തന്നെ ഇല്ല, ചാനലില്ല, നമ്മളൊന്നും ഇല്ലായിരുന്നു. അന്നുണ്ടെങ്കിലും നമ്മൾ എത്ര നാൾ മുമ്പാണ് നോക്കിയത്? ചാനൽ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ ഇട്ടിട്ടില്ല. 7 മാസം ആ സമയം തുടങ്ങിയ സമയത്തെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കീർത്തി സുരേഷ് ഗ്യാങ്സ്റ്റർ ആയിട്ടാണോ? കീർത്തി സുരേഷ് ഗ്യാങ്സ്റ്ററിനെ ഉറപ്പിക്കുന്ന ഒരു വേറൊരാള് ആരടാ? അപ്പൊ അവരിടുന്ന പേരായിരിക്കും. പക്ഷേ റിവോൾവർ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കയ്യിൽ പിസ്റ്റൽ ആണല്ലോ, മറ്റേ ഗ്ലോക്ക് ഗണ്ണാണല്ലോ ഞാൻ കണ്ടത് അല്ലേ? അല്ല, അവരുടെ റീത്തയുടെ എന്തായിരുന്നു? റീത്തയുടെ ഇതായിരുന്നു കാണിച്ചേ. ലാസ്റ്റ് ആയിരിക്കും റിവോൾവർ കൈ വരുന്നത്. ഓ, ലാസ്റ്റ് റിവോൾവർ റീത്തയാവുകയാണ്. റിവോൾവർ റീത്തല്ല, റീത്ത. കളിയാക്കലായിരിക്കും അങ്ങനെ. അത് ഗ്യാങ്സ്റ്റേഴ്സിനെ ഒരാൾ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഉറപ്പിക്കുന്നു. ആരാണത്? അതെ അതെ, നോക്കുമ്പോ റീത്ത. യാരാ റീത്ത? കൂപ്പറാ എന്ന് പറയുമ്പോ എന്നടാ കയ്യിലെ റിവോൾവർ തബി. അങ്ങനെയാണ് റിവോൾവർ റീത്ത ആവുന്നതെന്ന് തോന്നുന്നു. അതെ. സോ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ നമ്മുടെ കൊലമാവുകളുടെ വൈബ് അടിച്ചേ. പക്ഷെ ഫണ്ണ് പടം, അതായത് മറ്റേ സീരിയസ് പടമല്ല. എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയത് നമ്മുടെ നെൽസന്റെ പടം ഉണ്ടല്ലോ, അതായത് കൊലമാവ് ഗോകിലയുടെ വൈബാണ് പെട്ടെന്ന് കിട്ടിയത്. ഏതാ അതിൽ നായിക ഡ്രഗ്സ് കടത്തുമെങ്കിൽ ഇതിനകത്ത് പുള്ളിക്കാരി ഒരു കൈൻഡ് ഓഫ് മാഫിയ അല്ലെങ്കിൽ ഗ്യാങ്സ്റ്റർ ആ എലമെന്റ് ഉണ്ടല്ലോ. അത് ഇവർ ഗ്യാങ്സ്റ്റർ ആവുന്നല്ല, കൈൻഡ് ഓഫ് ഒരു ഗ്യാങ്സ്റ്റർ ഷെയ്ഡ് ആണോ എന്ന് അറിയത്തില്ല. ഇത് കുറച്ചുകൂടെ ഈ ഹ്യൂമറേ, ഇതിന്റെ ഹ്യൂമർ മീറ്റർ ഒരല്പം മേളിലാന്ന് തോന്നുന്നു. അത് ഈ എഡിറ്റൊക്കെ കുറച്ച് സ്ട്രോങ് ആണല്ലോ, എഡിറ്റിലൊക്കെ ഉള്ള കോമഡി. എനിക്കറിയില്ല, അങ്ങനെയാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ചിലപ്പോൾ സിനിമ കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് അറിയില്ല. ഹ്യൂമർ മീറ്റർ കുറച്ച് മേളിലാണ്. അപ്പോൾ എനിക്ക് അറിയില്ല അതെങ്ങനെയായിരിക്കും നമ്മൾ വർക്കാവും ഇങ്ങനത്തെ പടങ്ങൾ. അതെ അതെ, കുറച്ചായില്ലേ ഇപ്പം നമ്മൾ ഈ അതേ ഉള്ളൂ ഈ 7 മാസം ഗ്യാപ്പ്. പ്രൊമോഷൻ പറ്റി അത് ഷൂട്ടിങ്ങിന് മുമ്പ് എന്താ ഇത് പ്രോമോ അല്ലേ? പക്ഷെ അത് 2.5 മിനിറ്റ് അവർ ഷൂട്ട് ചെയ്ത് വെക്കത്തില്ലല്ലോ പ്രൊമോ ഒക്കെ. അത് കംപ്ലീറ്റ്ലി ഡിഫറൻസ് ആണോ? അത് നമ്മൾ കണ്ടത് കംപ്ലീറ്റ് ഡിഫറൻസ് ആണോ? അത് പടത്തിലുണ്ടാവാനേ ചാൻസ് ഇല്ല. ആണോ? ഞാൻ ഓർക്കുന്നില്ല, പക്ഷെ അത് എന്തോ രസമുള്ള പരിപാടിയായിരുന്നു ഓർക്കുന്നു. അതെ. സോ റിവോൾവർ റിത്ത. അപ്പോൾ അത് ഇറങ്ങി അതിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് മറ്റേ വിനായക ചതുർത്ഥി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ഞാൻ കണ്ടില്ല. വിനായക ചതുർത്ഥി എന്ന് പറഞ്ഞൊരു ഡേറ്റ് കാണിച്ചു, ഞാൻ വായിച്ചില്ല. നമുക്ക് വേണം ഡേറ്റ് അവിടെ താഴെ വെക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ 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 ഇവിടെ. ഇനിയിപ്പോൾ ടീസർ ഉണ്ടാവും, ട്രെയിലർ വരും ഇല്ലേ, പാട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഒരു ക്ലാരിറ്റി കിട്ടും അതിനെപ്പറ്റി. എന്നാലും ഇത് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ ബെറ്റർ പടം ആവാം കേട്ടോ. റിവോൾവർ റിത്ത ഈ ഫീമെയിൽ പ്രോട്ടോഗോണിസ്റ്റ് വരുന്ന ഈ എന്താ പറയുക, കുറച്ച് ഡാർക്ക് ഹ്യൂമർ വൈബിലുള്ള പടം അങ്ങനെ ഇല്ലല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഫാൻസ്, ഞങ്ങൾ ആരാധകർ ഹാപ്പിയാണ്, ഞങ്ങൾ പോകണം. കീർത്തി സുരേഷ് ഫാൻസ് ഘടകം, ആലപ്പുഴ ഘടകം, ഞങ്ങൾ ഓക്കെയാണ് പടത്തിന്. മനസ്സിലായോ? ഇവരൊക്കെ ഹാപ്പി അല്ലേ? നിങ്ങൾ ഹാപ്പി അല്ലേ? അല്ല, ഈ ടൈപ്പ് പടത്തിലാണ് ആക്ച്വലി പുള്ളിക്കാരത്തേക്ക് ചേരുന്നത്. മറ്റേ കരച്ചിൽ വരുമ്പോൾ എന്തോ കീർത്തി സുരേഷ് കരയേണ്ട അങ്ങനെ പറയില്ല, അങ്ങനല്ല. ഇങ്ങനെ ഫണ്ണ് പടങ്ങളൊക്കെ ചെയ്യണമല്ലോ, അങ്ങനെയാണല്ലോ കുറച്ച് അതെ വൈബ് ഉണ്ടാകും അല്ലേ? അല്ല, മെയിൻ ഫീമെയിൽ ലീഡ് വരുന്ന പടങ്ങൾ നമ്മൾ യൂഷ്വലി കാണുമ്പോൾ എന്താ, അവരൊന്നുകിൽ ഒരു സ്ത്രീകളുടെ പ്രശ്നം പറയുന്നു, ഇല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ വരച്ച് കാണിക്കുന്ന കാണിക്കുന്ന സിനിമകളൊക്കെ അപ്പുറത്തേക്ക് ഒരു മെയിൽ പ്രോട്ടഗോണിസ്റ്റ് വരേണ്ട ഒരു സ്ഥാനത്തേക്ക്
ഈ കഥയിൽ മെയിൽ പ്രൊട്ടഗോണിസ്റ്റ് ആണെങ്കിൽ നമുക്കിതൊരു യൂഷ്വൽ പടമായിരിക്കും. ഒരുപക്ഷെ ആ കഥയിൽ ഒരു ഫീമെയിൽ പ്രൊട്ടഗോണിസ്റ്റ് ആകുമ്പോൾ ഈ ക്യാരക്ടറിന് കുറച്ചധികം വീക്കും ഈ ക്യാരക്ടറിന് കുറച്ചധികം എന്താ പറയുക ഒബ്സ്റ്റക്കിൾസ് കുറച്ച് കൂടുതലായിരിക്കും. അതെങ്ങനെ പാസ് ചെയ്ത് മുമ്പിലേക്ക് വരും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതായത് നമ്മൾ മെയിൽ ക്യാരക്ടർ ആണെങ്കിൽ ഒരുപക്ഷെ ഒരു ആക്ഷൻ ബ്ലോക്കിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നൊരു സാധനം ഫീമെയിൽ ആകുമ്പോൾ ഈ ആക്ഷനേക്കാൾ മറ്റൊരു വേർഷനിലേക്ക് പോകുന്നില്ല. എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ആ പടമായിട്ട് ഫൺ ഒരു 10 പടം ഫീമെയിൽ ലീഡിൽ വരുമ്പോഴത്തേക്കും ഇത് മെയിനാണ് ഫീമെയിൽ ആണെന്നുള്ള ചോദ്യം എനിക്ക് ഈ പടം കാണുമ്പോൾ മനസ്സിലായി ഈ പടത്തിൻ്റെ ജോണർ ഈ കൈൻഡ് ഓഫ് ഒരു ഡാർക്ക് കോമഡി എന്നാണെന്ന് തോന്നുന്നത്. ഡാർക്ക് കോമഡി ഇൻ ദ സെൻസ് ഡാർക്ക് കോമഡി തന്നെ ആവുമെന്ന് ഉറപ്പില്ല. ഒരല്പം ഓവർ ദി ടോപ്പ് കോമഡി ആവാനാണ് ചാൻസ്. പക്ഷേ ഡാർക്ക് കോമഡി എന്നുള്ള ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ക്രൈം വേൾഡ് ഇവരുടെ ആ ഒരു ഡാർക്ക് വേൾഡിലുള്ള കഥ എന്നുള്ള സംഭവം ഉണ്ട്. ഈ റിവോൾവർ പേരിലുള്ളതുകൊണ്ട് കണ്ണു വെച്ചുള്ള കുറേ പരിപാടികൾ എങ്ങനെ ഷൂട്ട് ചെയ്യണം അതൊക്കെ കുറേ സാധനങ്ങൾ വരുമായിരിക്കും. മറ്റേ തോക്കിൻ്റെ മുമ്പത്തെ ക്യാമറ വെക്കുക അങ്ങനത്തെ കുറേ പരിപാടികൾ ഗണ്ണ് ഷൂട്ട് ഔട്ട് അത് വലിയൊരു എക്സ്പെക്ടേഷൻ ആണ്. അല്ല അതിനുള്ള സാധ്യതയുണ്ട്. സാധ്യതയുണ്ട്. അത് ഭയങ്കര വലിയ നമ്മൾ വല്ലാണ്ട് എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അത്രയും ബുദ്ധിമുട്ടേണ്ട കാര്യം ഇല്ലായിരിക്കും അവർക്ക്. സോ നമുക്ക് അതിൻ്റെ ട്രെയിലറോ ടീസറൊക്കെ വരട്ടെ. നമുക്കിപ്പോൾ അത് നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ കീർത്തി സുരേഷ് ഫാൻസ് ഹാപ്പിയാണ്.